എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LP-UPയുടെ ഒരു പുതിയൊരു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമുക്ക് LP-UPക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഏകദേശം 58 ദിവസങ്ങളാണ് നിങ്ങൾക്ക് LP-UPക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു തരാം. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കുറേ ടോപ്പിക്സുകൾ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം. അപ്പോൾ നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ LDCയുടെ ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അല്ലാത്തുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും 2 ദിവസങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് LP-UPക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പണ്ട് LDയുടെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്, പിന്നീട് അത് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഇപ്പോൾ നമുക്ക് LP-UPക്ക് ആ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഞാൻ പല ഓഫ്ലൈൻ സെന്ററുകളിലും ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ LP-UP പഠിക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് എത്തിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ് അടിച്ചേക്കുക, ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോയാലോ. ഓക്കെ, നമുക്ക് വിജയനഗര സാമ്രാജ്യം, അതായത് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AD 1336 വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത്. വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത് AD 1336 വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത് AD 1336. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC എക്സാമുകളിൽ അന്നൊക്കെ ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് LP-UPയുടെ എക്സാമിന് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹരനും ബുക്കനും എന്നറിയപ്പെടുന്ന 2 പേരാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ AD 1336 രൂപീകൃതമായി. സ്ഥാപകർ എന്നറിയപ്പെടുന്നത് 2 പേരാണ്, ഹരിഹരനും അതേപോലെ തന്നെ ബുക്കനും. ഓക്കെ, വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ച അവരുടെ ഗുരുവിന്റെ പേരായിരുന്നു വിദ്യാരണ്യക മഹർഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു സാമ്രാജ്യമാണ്. അപ്പോൾ AD 1336 അത് രൂപീകൃതമായപ്പോൾ അത് സ്ഥാപിച്ചത് ആരാണ്? അതിന്റെ സ്ഥാപകരെന്നറിയപ്പെടുന്നത് 2 പേരാണ്, ഹരിഹരനും അതേപോലെ തന്നെ ബുക്കനും. ഈ ഒരു വലിയൊരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ച അവരുടെ ഗുരുവിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് വിദ്യാരണ്യക മഹർഷി എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാരണ്യക മഹർഷിയാണ് ശരിക്കും ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വ്യക്തികളായിട്ടുള്ള ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച അവരുടെ ഗുരുവിന്റെ പേരാണ് വിദ്യാരണ്യക മഹർഷി എന്നുള്ളത്. വളരെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്തത് രൂപീകൃതമായ നദിക്കര. ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ് ആ ഒരു ചോദ്യം. അതായത് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായ നദിക്കര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുംഗഭദ്ര നദിക്കരയുടെ തീരത്താണ് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത്. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായ നദിക്കര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുംഗഭദ്ര നദിക്കരയുടെ തീരത്താണ് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത്. ഔദ്യോഗിക നാണയം ഏതാന്ന് ചോദിച്ചാൽ വരാഹമാണ്. ഔദ്യോഗിക നാണയം എന്ന് പറയുന്നത് വരാഹമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യം രൂപീകൃതമായത് AD 1336. AD 1336 വിജയനഗര സാമ്രാജ്യം ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ സ്ഥാപകരാണ് ഹരിഹരനും ബുക്കനും. ഓക്കെ, ഇനി ആ ഹരിഹരനും ബുക്കനും ആരുടെ സഹായത്തോടു കൂടിയാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ സഹായത്തോടെയാ? വിദ്യാരണ്യക മഹർഷി എന്ന് പറയുന്ന അവരുടെ ഗുരുവായിട്ടുള്ള വിദ്യാരണ്യക മഹർഷിയുടെ സഹായത്താലാണ് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമായത്. അതേപോലെ തന്നെ എന്താണ് അത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുംഗഭദ്ര നദിക്കരയിലാണ് രൂപീകൃതമായത്. ഇനി അവിടുത്തെ നാണയം അല്ലെങ്കിൽ ഔദ്യോഗിക നാണയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വരാഹം എന്ന് പറയുന്നത്. അപ്പോൾ വരാഹം എന്ന് പറയുന്നതാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക നാണയം എന്ന് പറഞ്ഞത്. 5 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. രൂപീകൃതമായത് AD 1336. സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ്. ഇനി ആരാണ് അവരെ സഹായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ വിദ്യാരണ്യക മഹർഷിയാണ്. ഇനി അവരുടെ ഈ ഒരു സാമ്രാജ്യം ഏത് നദിക്കരയിലാണ് രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? തുംഗഭദ്ര നദിക്കരയിലാണ്. അതേപോലെ തന്നെ വിദ്യാരണ്യക മഹർഷിയുടെ സഹായത്താൽ രൂപീകൃതമായ ഈ പറയുന്ന സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക നാണയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു വരാഹം എന്ന് പറയുന്നത്. ഓക്കെ, 5 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തതാണ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംപിയാണ്. ഓക്കെ, അപ്പോൾ തലസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹംപിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹംപി ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? കർണാടകയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹംപിയാണ്. ഹംപി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലാണ്. പ്രാചീന കാലത്ത് കപില എന്ന പേരിലും അതേപോലെ തന്നെ അവശിഷ്ട നഗരം എന്ന പേരിലും അറിയപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹംപി എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന കാലത്ത് ഹംപി ഏത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? അവശിഷ്ട നഗരം അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ അവശിഷ്ട നഗരം അല്ലെങ്കിൽ കപില എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ കപില എന്നോ അവശിഷ്ട നഗരം എന്ന പേരിലോ അറിയപ്പെട്ട നഗരം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്? ഹംപിയാണ്. ഹംപി ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1986 യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ എന്ത് ഇടം നേടിയത്? ഹംപി ഇടം നേടിയത്. അപ്പോൾ ഹംപി ഇടം നേടിയത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 വ്യക്തമായെന്ന് കരുതുന്നു. തലസ്ഥാനം ഹംപിയാണ്. ഹംപി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അതേപോലെ തന്നെ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഹംപി ഇടം നേടിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1986 പ്രാചീന കാലത്ത് ഹംപി അറിയപ്പെട്ടിരുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് കപില എന്നും ഒന്ന് അവശിഷ്ട നഗരമെന്നും. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് പുതിയ 50 രൂപ നോട്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുതിയ 50 രൂപ നോട്ട് ഉണ്ടെങ്കിൽ ആ പുതിയ 50 രൂപ നോട്ടിന്റെ പിറകുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താ? ഹംപിയാണ്. ഓക്കെ, അപ്പോൾ പുതിയ 50 രൂപ നോട്ടിന്റെ പിറകുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹംപിയാണ്. ഓക്കെ, അപ്പോൾ പുതിയ 50 രൂപ നോട്ടിന്റെ പിറകുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? ഹംപി തന്നെയാണ്. അപ്പോൾ ഹംപി അതായത് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് എന്നാന്ന് ചോദിച്ചാൽ 1986 ഈ പറയുന്ന പ്രാചീന കാലത്ത് ഹംപി അറിയപ്പെട്ടിരുന്ന പേരേതാ? കപില എന്നും അതേപോലെ തന്നെ ഏതാണ്? അവശിഷ്ട നഗരം എന്നും. ഓക്കെ, പ്രശസ്തമായ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിപ്പോൾ LDC LGS അതേപോലെ തന്നെ എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ് അതേപോലെ തന്നെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന പ്രശസ്തമായ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഹംപിയിലാണ്. അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന മറ്റൊരു ചോദ്യമാണ് പ്രശസ്തമായ ലോട്ടസ് ടെമ്പിൾ എവിടെയാന്നുള്ള. അപ്പോൾ പ്രശസ്തമായ ലോട്ടസ് മഹൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹംപിയാണ്. പ്രശസ്തമായ ലോട്ടസ് ടെമ്പിൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. ഒത്തിരി തവണ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോവാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ ലോട്ടസ് ടെമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി, ടെമ്പിൾ ന്യൂഡൽഹി. ലോട്ടസ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹംപി. അതായത് വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെട്ട ആ നഗരമാണ് എന്തെന്ന് പറയുന്നത്? ഹംപി എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും PSC ചോദിക്കാറുണ്ട്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം, പോത്തൻകോട്, തിരുവനന്തപുരമാണ്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ലോട്ടസ് ടെമ്പിൾ? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എവിടെ? ശാന്തിഗിരി ആശ്രമം, പോത്തൻകോട്, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ലോട്ടസ് ടെമ്പിൾ എവിടെയാ മക്കളെ? അത് ഡൽഹിയിലാണ്. ഓക്കെ, ഇനി ലോട്ടസ് മഹൽ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് കർണാടകയിലാണ്, ഹംപിയിലാണ്. ഇനി നമുക്കറിയാം ഈ പറയുന്ന ലോട്ടസ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ശാന്തിഗിരി ആശ്രമം, തിരുവനന്തപുരം, പോത്തൻകോട്, തിരുവനന്തപുരം. ഓക്കെ അല്ലേ? ഓക്കെ, വിജയനഗര സാമ്രാജ്യം രൂപീകൃതമാകുന്ന സമയത്തെ
ഡൽഹി സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പോൾ അതായത് വിജയനഗര സാമ്രാജ്യം രൂപീകൃതമാകുന്ന സമയത്തെ ഡൽഹി ഭരിച്ച സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പൊക്കെ പഠിക്കാണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സിലബസിന് വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ അഗിദു സലോ കുജല ഗിഹി ബഹു എന്ന് പറയുന്ന കോഡൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഓരോ രാജവംശങ്ങളും അത് സ്ഥാപിക്കപ്പെട്ട ആളുകൾ ആരാന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ടോപ്പിക് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് അത് LP-UP ഉള്ളതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എന്താണ് ക്ലാസ് ആയിട്ട് ഇത് ഇട്ടത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറയാം. രൂപീകൃതമായത് AD 1336. സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഹരിഹരനെയും ബുക്കനെയും സഹായിച്ച അവരുടെ ഗുരുവിന്റെ പേരാണ് ആരെന്ന് പറയുന്നത് വിദ്യാരണ്യക മഹർഷി എന്ന് പറയുന്നത്. രൂപീകൃതമായ നദിക്കര എന്നറിയപ്പെടുന്നത് തുംഗഭദ്ര നദിക്കരയിലാണ്. ഔദ്യോഗിക നാണയം എന്നറിയപ്പെടുന്നത് വരാഹമാണ്. തലസ്ഥാനം ഹംപി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. പ്രാചീന കാലത്ത് കപില എന്ന പേരിലും ഇന്ന് അവശിഷ്ട നഗരം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹംപി എന്ന് പറയുന്നത്. ഹംപിയെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1986. ഈ ഹംപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് എന്തെന്ന് പറയുന്നത് പുതിയ 50 രൂപ നോട്ട്. ആ 50 രൂപ നോട്ടിന്റെ പിറകുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ ഏതിൻ്റെയാണ്? ഹംപിയുടെ ചിത്രമാണ്. പ്രശസ്തമായ ലോട്ടസ് മഹലാണെങ്കിൽ ഹംപിയിലാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ലോട്ടസ് ടെമ്പിൾ എവിടെയാണല്ലോ? ടെമ്പിൾ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇനി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാന്തിഗിരി ആശ്രമം പോത്തൻകോടാണ്. വിജയനഗര സാമ്രാജ്യം രൂപീകൃതമാകുന്ന സമയത്തെ ഡൽഹി സുൽത്താൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ, വിജയനഗര സാമ്രാജ്യത്തിലെ 4 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളാണ്: 1 സംഗമ രാജവംശം, 2 സാലുവ രാജവംശം, 3 തുളുവ രാജവംശം, 4 അരവിഡ രാജവംശം. അരവിഡു അല്ലെങ്കിൽ അരവിഡ രാജവംശം രണ്ടും ശരിയാണ്. അരവിഡു അതർവൈസ് നോൺ ആസ് എന്ത്? അരവിഡ രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിജയനഗര സാമ്രാജ്യത്തിലെ 4 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഗമ, സാലുവ, തുളുവ, അരവിഡ. ഒന്നുകൂടി പറഞ്ഞോ, അതായത് സംഗമ രാജവംശം, രണ്ടാമത്തത് സാലുവ രാജവംശം, തുളുവ രാജവംശം, അരവിഡ രാജവംശം. ഓക്കെ, അപ്പോൾ ഈ 4 രാജവംശങ്ങളാണ് ഏത് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രാജവംശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി അവ സ്ഥാപിച്ച ആളുകൾ ആരാന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. സംഗമ രാജവംശത്തിലെ സ്ഥാപകനാണ് ഹരിഹരനും ബുക്കനും. ഓക്കെ, അപ്പോൾ സംഗമ രാജവംശത്തിലെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? ഹരിഹരനും ബുക്കനുമാണ്. ഓക്കെ, അപ്പോൾ സംഗമ രാജവംശ സ്ഥാപകനാണ് ഹരിഹരനും ബുക്കനും. ഓക്കെ, ഇനി സാലുവ രാജവംശ സ്ഥാപകനാണ് സാലുവ നരസിംഹൻ. അപ്പോൾ സാലുവ രാജവംശ സ്ഥാപകൻ ആരാ? സാലുവ നരസിംഹൻ. സാലുവ നരസിംഹൻ. ഇനി തുളുവ രാജവംശ സ്ഥാപകൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ വീര നരസിംഹനാണ്. വീര നരസിംഹൻ. വീര നരസിംഹൻ. ഇനി അരവിഡ, നാലാമത്തെയാണ് അരവിഡ രാജവംശം. അരവിഡ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമല ദേവരായരാണ്. തിരുമല ദേവരായർ. അപ്പോൾ 4 രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സംഗമ രാജവംശമാണ് ആരാ ചോദിച്ചാൽ ആരാണ്? ഹരിഹരനും ബുക്കനും. അതായത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ എന്നറിയപ്പെടുന്ന 2 വ്യക്തികളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഹരിഹരനും ബുക്കനും എന്ന് പറയുന്ന. ഈ ഹരിഹരനും ബുക്കനും തന്നെയാണ് ഏതിൻ്റെ അകത്ത്? സംഗമ രാജവംശം. അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളിലെ ആദ്യത്തെ രാജവംശമായിട്ടുള്ള സംഗമ രാജവംശത്തിലെ ഹരിഹരനും ബുക്കനും, സാലുവ രാജവംശത്തിലെ സാലുവ നരസിംഹൻ, തുളുവ രാജവംശത്തിലെ വീര നരസിംഹൻ, അരവിഡ രാജവംശത്തിലെ തിരുമല ദേവരായർ. അപ്പോൾ ഈ 4 രാജവംശങ്ങളും അവയുടെ സ്ഥാപകരും ആരാന്നുള്ളത് ഒന്ന് കാണാപ്പാഠം പഠിച്ചോ, 1 മാർക്ക് അവിടെ പഠിച്ചോളാം. ഓക്കെ, ഇനി അടുത്തത് സംഗമ രാജവംശം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സംഗമ രാജവംശത്തിലെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ്. സംഗമ രാജവംശത്തിലെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനും. ആരാണ്? ഹരിഹരനും ബുക്കനുമാണ് സംഗമ രാജവംശത്തിലെ
സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഈ സംഗമ രാജവംശത്തിലെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഹരിഹരനും ബുക്കനുമാണെങ്കിലും ആ ഹരിഹരനും ബുക്കനും ആയിരുന്നില്ല അതിൻ്റെ അകത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി എന്നറിയപ്പെടുന്നത്. ഭരണാധികാരി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു ദേവരായർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഗമ രാജവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഹരിഹരനും ബുക്കനുമാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ആരെന്ന് പറയുന്നത് ദേവരായർ സെക്കൻഡ് എന്നറിയപ്പെടുന്നത്. ഈ ദേവരായർ സെക്കൻഡ് എന്തുകൊണ്ടാണ് ഇപ്പൊ ചുമ്മാ ഇരിക്കണ ഒരാള് വെറുതെ പ്രഗത്ഭനാവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രഗത്ഭനാകുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അതായത് എന്താണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വിജയനഗര സാമ്രാജ്യത്തിലെ 4 രാജവംശം ഉണ്ടായിരുന്നു, ആ രാജവംശത്തിലെ സംഗമ രാജവംശത്തിലെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാണ്. അതിൻ്റെ അകത്തെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായുള്ള ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരാള് എന്തുകൊണ്ടാണ് പ്രശസ്തനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. അതായത് എന്താണ് ഖുറാൻ കൈവശം വെച്ച വിജയനഗര ഭരണാധികാരി. അപ്പോൾ ഖുറാൻ എന്ന് പറയുന്ന ആ ദിവ്യ ഗ്രന്ഥം കൈവശം വെച്ച വിജയനഗര ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? ഈ ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്ന ആളാണ്. എന്ത് കൈവശം വെച്ചത്? ഖുറാൻ കൈവശം വെച്ചു. അതേപോലെ തന്നെ 1000ഓളം മുസ്ലിം യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർത്ത വിജയനഗര ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഈ പറയുന്ന ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ദേവരായർ സെക്കൻഡ് ആണ് അതായത് 1000ഓളം യുവാക്കളെ, മുസ്ലിം യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർത്തു. അതേപോലെ തന്നെ ഖുറാൻ എന്ന് പറയുന്ന ആ ദിവ്യ ഗ്രന്ഥം കൈവശം വച്ചിരുന്ന ഏക വിജയനഗര ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്? ദേവരായർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ രാജവംശം 4 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്തെ ഒന്നാമത്തെയാണ് സംഗമ രാജവംശം. സംഗമ രാജവംശത്തിലെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ഹരിഹരനും ബുക്കനുമാന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രശസ്തൻ ആരാന്ന് ചോദിച്ചാൽ ദേവരായർ സെക്കൻഡ് ആണ്. ദേവരായർ സെക്കൻഡിന്റെ 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് ആണ് അതായത് ഖുറാൻ കൈവശം വെച്ച ഏക വിജയനഗര ഭരണാധികാരി. രണ്ടാമത്തെ പോയിന്റ് ആണ് 1000ഓളം മുസ്ലിം യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർത്തു. ഈ 2 പോയിന്റുകൾ കൊണ്ടാണ് ആര് പ്രഗത്ഭനായത്? ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരാള് പ്രശസ്തനാവുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അടുത്തത് സാലുവ രാജവംശം. സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് സാലുവ നരസിംഹനാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ പഠിച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. ഈ സംഗമ രാജവംശം എന്നറിയപ്പെടുന്ന രാജവംശവും അതിൻ്റെ അകത്ത് പ്രഗത്ഭനായിട്ടുള്ള ദേവരായർ സെക്കൻഡും ഈ ഒരു പോയിന്റാണ് ആ രാജവംശത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഏതിലേക്ക് പോവാം? സാലുവ രാജവംശം സാലുവ നരസിംഹനാണ്. അതേപോലെ തന്നെ തുളുവ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ വീരനരസിംഹൻ. അരവിട എന്നറിയപ്പെടുന്ന തിരുമല ദേവരായർ. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ആ സ്ഥാപകർ ആരാന്നുള്ളതും അതേപോലെ രാജവംശം 4 എണ്ണം ഏതാന്നുള്ളതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത്രയും മതി, അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കത്തില്ല. സെറ്റാണ്. ഓക്കെ, ഇനി നമുക്കറിയാം അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൃഷ്ണദേവരായർ. ഓക്കെ, അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൃഷ്ണദേവരായർ. അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷ്ണദേവരായർ. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ട പോയിന്റ് ആണ് കൃഷ്ണദേവരായർ. അതായത് കഴിഞ്ഞൊരു LDC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കൃഷ്ണദേവരായർ എന്ന് അറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ഏത് രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LD എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ട്രിവാൻഡ്രം ജില്ലയില് അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജവംശത്തിലായിരുന്നു? തുളുവ രാജവംശം. അപ്പോൾ തുളുവ രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു ആരെന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്ന ആള് തുളുവ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു. കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരി, കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ബാബർ. അപ്പോ മുഗൾ ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബാബറാണ്. ആരുടെ? കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരിയുടെ പേരാണ് ബാബർ എന്നറിയപ്പെടുന്നത്. കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള വാത്സല്യത്തിന്റെ ഭാഗമായി നിർമ്മിച്ച
പട്ടണം. അതായത് കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്ന ആള് ഈ നമ്മുടെ KGF-ലൊക്കെ എന്താണ് KGF പോലെയൊക്കെയാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് ഭയങ്കര അധികം എന്താണ് വാത്സല്യവും അതേപോലെ തന്നെ സ്നേഹമുള്ള ഒരാളായിരുന്നു കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്ന ആ ഒരു രാജാവ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹം ഒരു നഗരം സ്ഥാപിക്കുകയാണ്. ആ നഗരത്തിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് നഗലാപുരം അല്ലെങ്കിൽ നഗൽപുരം. അപ്പോൾ കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള എന്താണ് വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ ആദരവിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ആ ഒരു നഗരം ഏതാന്ന് ചോദിച്ചാൽ അതാണ് നഗലാപുരം അല്ലെങ്കിൽ നഗൽപുരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നഗലാപുരം അല്ലെങ്കിൽ നഗൽപുരം എന്നറിയപ്പെടുന്നത് ആരുടെ അമ്മയോടുള്ള വാത്സല്യത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച പട്ടണമാണ് അല്ലെങ്കിൽ നഗരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള വാത്സല്യത്തിന്റെ അല്ലെങ്കിൽ ആദരവിന്റെ ഭാഗമായി നിർമ്മിച്ച പട്ടണമാണ് നഗലാപുരം അല്ലെങ്കിൽ നഗൽപുരം. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് തെലുങ്കു സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. അതായത് ഈ കൃഷ്ണദേവരായരുടെ സദസ്സില് അതായത് നമുക്കറിയാം ആ ഒരു സമയത്ത് ഒരു കൊട്ടാരം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് എന്തു വേണം? കുറെ അധികം എന്താണ് വിദൂഷകന്മാർ വേണം, അതേപോലെ തന്നെ എന്താണ് കവികൾ വേണം, അതേപോലെ തന്നെ എന്താണ് ഒത്തിരി നർത്തകികൾ വേണം. അങ്ങനെ ഒരു ആഡംബരമായ ഒരു ജീവിതം തന്നെയാണ് ഈ പറയുന്ന രാജാക്കന്മാരുടെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് രാജാവിന്റെ കുറിച്ച് പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ രാജാവിനെ കുറിച്ച് പാടി ഓരോ ദിവസവും പാടിയും അതേപോലെ തന്നെ കഥകൾ പറഞ്ഞും രാജാവിനെ പ്രീതിപ്പെടുത്തുന്ന ആൾക്കാരെയാണ് അവര് ഏറ്റവും നല്ല കവിയായിട്ടും അതേപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ല അതായത് രാജാവിനെ കുറിച്ച് പാട്ടുപാടി നൃത്തം ചെയ്യുന്ന യുവതികളെ എന്താണ് ഏറ്റവും നല്ല നർത്തകികളൊക്കെ ആയിട്ടും ഈ പറയുന്ന കൃഷ്ണദേവരായർ അതേപോലെ തന്നെ എന്താണ് ആ ഒരു കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ഒക്കെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും കൃഷ്ണദേവരായരാണ് ശരിക്കും എന്തിന്റെ തെലുങ്കു സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. അതായത് സംഗീതത്തിനും നൃത്തത്തിനും അതേപോലെ തന്നെ എന്താണ് തമാശകൾക്കൊക്കെ അത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു ആരെന്ന് പറയുന്നത് ഈ കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തെ തെലുങ്ക് സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്നതിന് തന്നെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, കൃഷ്ണദേവരായരുടെ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ആ ഒരു പീരീഡ് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പ്രബന്ധ കാലഘട്ടം. ഓക്കെ, അപ്പോ എന്താണ് അതായത് തെലുങ്ക് സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ എന്താണ് കൃഷ്ണദേവരായരുടെ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രബന്ധ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രബന്ധ കാലഘട്ടം. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്ന പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. ഓക്കെ, അപ്പോൾ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സ്. കാരണം നമുക്കറിയാം രാജാവിന്റെ മന്ത്രിമാരും പണ്ഡിതന്മാരും എല്ലാം അടങ്ങുന്നതാണ് രാജസദസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രാജസദസ്സിൽ പണ്ഡിതന്മാരുണ്ടാവും, അതേപോലെ തന്നെ എന്താണ് കവികളുണ്ടാവും, അതേപോലെ തന്നെ നർത്തകിമാരുണ്ടാവും, വിദൂഷകന്മാരുണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു വിജയനഗര സാമ്രാജ്യവും അതേപോലെ തന്നെ കൃഷ്ണദേവരായരുടെ ആ ഒരു കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അത്രത്തോളം മനോഹരമായിരുന്നു ആ ഒരു കാലഘട്ടം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ആസ്ഥാന വിദൂഷകനായിരുന്ന വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ വിദൂഷകനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിദൂഷകനായിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് തെന്നാലി രാമൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാലഘട്ടം പ്രബന്ധ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു. പണ്ഡിത സദസ്സ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആസ്ഥാന വിദൂഷകൻ അറിയപ്പെട്ടിരുന്നതാണ് തെന്നാലി രാമൻ. നമ്മൾ കേട്ടെങ്ങനെയാണ് തെന്നാലി രാമനെ കുറിച്ച്. തെന്നാലി രാമനും തെന്നാലി രാമൻ കഥകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് വാങ്ങിക്കൊടുക്കാനൊക്കെ എന്താണ് നിലവിൽ ബുക്ക് സ്റ്റോളുകളിലൊക്കെ കിട്ടും. വളരെ ഗംഭീരമായിട്ടുള്ള കഥകളാണ് തെന്നാലി രാമന്റെ. ചിരിപ്പിക്കുന്ന കഥകൾ, ഓക്കെ, ചിന്തിപ്പിക്കുന്ന കഥകൾ എല്ലാം തെന്നാലി രാമന്റെയാണ്. ഓക്കെ, അപ്പോൾ തെന്നാലി രാമന്റെ പ്രശസ്ത കൃതികളാണ് എന്ത് പാണ്ഡുരംഗ മാഹാത്മ്യം. പാണ്ഡുരംഗ മാഹാത്മ്യം താഴെ പറയുന്നവർ ആരുടെ കൃതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാ? ഈ പറയുന്ന തെന്നാലി രാമന്റെ കൃതികളാണ് പാണ്ഡുരംഗ മാഹാത്മ്യം. അടുത്തതാണ് ഗതികാചല മാഹാത്മ്യം. രണ്ടെണ്ണാണുള്ളത്. ഒന്ന് പാണ്ഡുരംഗ മാഹാത്മ്യം, രണ്ട് ഗതികാചല മാഹാത്മ്യം. കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന കവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത് വിദൂഷകനുണ്ട്, കവിയുണ്ട്, നർത്തകിയുണ്ട്, അതേപോലെ തന്നെ എന്താണ് കഥ പറയുന്ന ആളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ് എന്ത് ഈ പറയുന്ന രാജസദസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആസ്ഥാന വിദൂഷകൻ തെന്നാലി രാമൻ, ആസ്ഥാന കവി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അല്ലസാനി പെദണ്ണ. ഓർത്തു വെച്ചോ, അല്ലസാനി പെദണ്ണ. അല്ലസാനി പെദണ്ണയാണ് എന്ത്
ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത്, അതായത് കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ അതാണ് അല്ലസാനി പെദണ്ണ. അല്ലസാനി പെദണ്ണ. അദ്ദേഹത്തിന് ഒരു 3 വിശേഷണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ വിശേഷമാണ് തെലുങ്ക് കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തെലുങ്ക് കവിതകളുടെ പിതാവ്. ഒന്നാമത്തെ പോയിന്റ് ആണ് തെലുങ്ക് കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തെലുങ്ക് കവിതകളുടെ പിതാവ് അല്ലസാനി പെദണ്ണ. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ, ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നറിയപ്പെട്ടു. അതേപോലെ തന്നെ മനുചരിതം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാ? ഈ പറയുന്ന അല്ലസാനി പെദണ്ണയാണ്. അപ്പോൾ അല്ലസാനി പെദണ്ണയുടെ 3 വിശേഷണങ്ങളിൽ ഒന്നാമത്തെയാണ് തെലുങ്ക് കവിതകളുടെ പിതാവ്, ആന്ധ്ര കവിതകളുടെ പിതാമഹൻ, മനുചരിതം എന്ന കൃതി രചിച്ചു ആര്? അല്ലസാനി പെദണ്ണ. ഇനി കൃഷ്ണദേവരായർ നമുക്കറിയാം ഏറ്റവും എന്താണ് എഫിഷ്യന്റും പ്രോമിനന്റ് ആയിട്ടുള്ള ആ ഒരു ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്നറിയപ്പെടുന്നത് 1 ആന്ധ്രാഭോജൻ, ആന്ധ്രാഭോജൻ. 2 അഭിനവഭോജൻ, 2 അഭിനവഭോജൻ. 3 ആന്ധ്ര പിതാമഹൻ, ആന്ധ്ര പിതാമഹൻ. 4മത്തെയാണ് കന്നഡ രാജ രാമരമണ, കന്നഡ രാജ രാമരമണ. അപ്പോ കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്ന ആ പ്രഗത്ഭനായിട്ടുള്ള രാജാവ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്ന 4 പേരുകൾ. ആ 4 പേരുകളിൽ ഒന്നാമത്തെയാണ് എന്ത്? ആന്ധ്രാഭോജൻ, ആന്ധ്രാഭോജൻ. അടുത്തത് അഭിനവഭോജൻ, അഭിനവഭോജൻ. ഇനി 3മത്തെയാണ് എന്ത്? ആന്ധ്ര പിതാമഹൻ, ആന്ധ്ര പിതാമഹൻ. കന്നഡ രാജ രാമരമണ, കന്നഡ രാജ രാമരമണ. അപ്പൊ 4 പേരുകളിലാണ് ആരറിയപ്പെട്ടിരുന്നത്? കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്ന 4 പേരുകളാണ്. ഒന്നാമത്തെ ആന്ധ്രാഭോജൻ, അഭിനവഭോജൻ, ആന്ധ്ര പിതാമഹൻ, കന്നഡ രാജ രാമരമണ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു, സെറ്റ് എന്ന് കരുതുന്നു. നമുക്ക് അടുത്തേക്ക് നോക്കാം. അതായത് ഈ കൃഷ്ണദേവരായര് 4 പേരുകളിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ ഈ കൃഷ്ണദേവരായർക്ക് 8 കൃതികളുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായർ നമുക്ക് 8ന്റെ പണി തന്നു എന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 8 കൃതികൾ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ഈ പറയുന്ന കൃതികൾ. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 കൃതികളാണ് നമുക്ക് കൃഷ്ണദേവരായരുടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കൃഷ്ണദേവരായർ നമുക്ക് 8ന്റെ പണി തന്നു എന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 കൃതികൾ നമുക്ക് അങ്ങ് പഠിക്കാം. അപ്പോൾ 4 പേരുകൾ, 4 വിശേഷണങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എന്താണ്? 8 കൃതികളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കൃതി പഠിച്ചോ? അമുക്തമാല്യത, അമുക്തമാല്യത, അമുക്തമാല്യത. 2മത്തെ ഉഷാപരിണയം, 2മത്തെ ഉഷാപരിണയം. സത്യവതി പരിണയം, സത്യവതി പരിണയം. ജാംബവതി കല്യാണം, ജാംബവതി കല്യാണം. അടുത്താണ് ജ്ഞാനചിന്താമണി, 5മത്തെ ജ്ഞാനചിന്താമണി. 6മത്തെ മദാലസാചരിതം. അടുത്തത് രസമഞ്ജരി, സകലകലാരസം. അപ്പൊ നമ്മൾ നോക്കിയേ, ആദ്യം തുടങ്ങുന്നത് അമുക്തമാല്യതയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കിയേ 2 പരിണയമുണ്ട്. അപ്പൊ അമുക്തമാല്യത എന്നുള്ളത് ആദ്യം തന്നെ അങ്ങ് പഠിച്ചോ, അമുക്തമാല്യത. ഇനി 2 പരിണയം ഉണ്ടെന്ന് പഠിക്കാം. നോക്കിയേ, ഉഷാപരിണയം, സത്യവതി പരിണയം, ഉഷാപരിണയം, സത്യവതി പരിണയം. അപ്പോൾ ഒന്നാമത്തെ അമുക്തമാല്യതയാണ്. 2മത്തെ എന്താണ്? ഉഷാപരിണയം, സത്യവതി പരിണയം. അടുത്തത് ഒരു കല്യാണം ഉണ്ടെന്ന് നോക്കുക, ജാംബവതി കല്യാണം, ജാംബവതി കല്യാണം. അപ്പൊ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ചിന്തയിലായി എന്നോർത്താൽ മതി. അപ്പോ സത്യവതി പരിണയം, ഉഷാപരിണയം, ജാംബവതി കല്യാണം. കല്യാണം കഴിഞ്ഞു, ചിന്തയിലേക്ക് പോയി. ജ്ഞാനചിന്താമണി, ജ്ഞാന ചിന്താമണി. അപ്പോഴത്തേക്ക് എന്താണ്? ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രസം വന്നു ഓർത്താൽ മതി. മദാലസ ചരിതം, മദാലസ ചരിതം. ഇനി രസമഞ്ജരി, സകലകലാരസം. ഓക്കെ, അപ്പൊ അവസാനം എന്താണ്? സകല കലാരസം എന്ന് ഓർത്താൽ മതി. ആദ്യത്തെയോ അമുക്തമാല്യത. അപ്പൊ ഒന്നാമത്തെ അമുക്തമാല്യത, 2മത്തെ 2 പരിണയം, ഉഷാപരിണയം, അതേപോലെ തന്നെ എന്താണ്? സത്യവതി പരിണയം, ഒരു കല്യാണം, ജാംബവതി കല്യാണം. അതേപോലെ തന്നെ എന്താണ്? പിന്നെ ചിന്തിച്ചു, ജ്ഞാനചിന്താമണി. അത് കഴിഞ്ഞാൽ എന്താണ്? മദാലസയായി, മദാലസയായി, ജ്ഞാനചിന്താമണി, മദാലസ, രസമഞ്ജരി, സകല കലാരസം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കൃഷ്ണദേവരായരുടെ 8 കൃതികൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത് വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം.
ഇത്രയൊക്കെ ഉള്ളൂ എന്ത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ 1565 തളിക്കോട്ട യുദ്ധം നടന്നത്. അപ്പോൾ തളിക്കോട്ട യുദ്ധം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1565 തളിക്കോട്ട യുദ്ധം നടന്നത്. തളിക്കോട്ട യുദ്ധം അറിയപ്പെട്ടിരുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്നാമത്തെ പേരാണ് ഇന്ത്യയിലെ വാട്ടർലൂ യുദ്ധം. ഇന്ത്യയിലെ വാട്ടർലൂ യുദ്ധം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തളിക്കോട്ട യുദ്ധമാണ്. അതേപോലെ തന്നെ ബന്നിഹട്ട് യുദ്ധം. ബന്നിഹട്ട് യുദ്ധം, രാക്ഷസ തങ്കിടി യുദ്ധം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം എന്താണ് തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള യുദ്ധം എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് തളിക്കോട്ട യുദ്ധം എന്ന് പറയുന്നത്. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ 1565 തളിക്കോട്ട യുദ്ധം നടന്നത്. തളിക്കോട്ട യുദ്ധം അറിയപ്പെട്ടിരുന്ന ബാക്കി രണ്ട് പേരുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യയിലെ വാട്ടർലൂ യുദ്ധം. ഇന്ത്യയിലെ വാട്ടർലൂ യുദ്ധം. അടുത്തത് എന്താണ്? ബന്നിഹട്ട് യുദ്ധം. ബന്നിഹട്ട് യുദ്ധം. അടുത്തത് രാക്ഷസ തങ്കിടി യുദ്ധം. രാക്ഷസ തങ്കിടി യുദ്ധം. അപ്പോൾ എന്താണ് വിജയനഗര സാമ്രാജ്യം തകരാൻ കാരണമായിട്ടുള്ള യുദ്ധമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം 1565. അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തളിക്കോട്ട യുദ്ധം ഏതൊക്കെയാണ്? ഇന്ത്യയിലെ വാട്ടർലൂ, ബന്നിഹട്ട് യുദ്ധം, രാക്ഷസ തങ്കിടി യുദ്ധം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതോടുകൂടി എന്ത് ചെയ്യാണ് ഈ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം അധപ്പതിക്കുകയാണ്. അപ്പോൾ അധപ്പതിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയാ? തളിക്കോട്ട യുദ്ധത്തോടു കൂടിയാണ് വിജയനഗര സാമ്രാജ്യം അധപ്പതിക്കുന്നത്. ഓക്കെ, ഇനി വിജയനഗര സാമ്രാജ്യം ആ ഒരു സമയത്ത് അതായത് സന്ദർശിച്ച വിദേശ ഭരണാധികാരികൾ ആരൊക്കെയാന്ന് നമുക്കറിയാം. അപ്പോൾ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ ഭരണാധികാരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ പേര്. അപ്പോൾ മൊറോക്കോ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത. മൊറോക്കോ സഞ്ചാരി ഇബൻ ബത്തൂത്ത. മൊറോക്കോ ഇബൻ ബത്തൂത്ത. മൊറോക്കോ സഞ്ചാരി ഇബൻ ബത്തൂത്ത. വിനീഷ്യൻ സഞ്ചാരിയാണ് അല്ലെങ്കിൽ വെനീഷ്യസ് സഞ്ചാരിയാണ് ആരെന്ന് പറയുന്നത് നിക്കോളോ കോണ്ടി. അപ്പോൾ എന്താണ് വെനീഷ്യസ് സഞ്ചാരി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കോളോ കോണ്ടിയാണ്. ഇനി പേർഷ്യൻ സഞ്ചാരി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൾ റസാഖാണ് പേർഷ്യൻ സഞ്ചാരി. അപ്പോൾ പേർഷ്യൻ സഞ്ചാരി ആരാ? അബ്ദുൾ റസാഖ്. റഷ്യൻ സഞ്ചാരി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത്തനേഷ്യസ് നികേതിനാണ്. അത്തനേഷ്യസ് നികേതിനാണ് റഷ്യൻ സഞ്ചാരി. അപ്പോൾ ഒന്നുകൂടെ പറയാം, വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വിദേശ ഭരണാധികാരികൾ മൊറോക്കോ സഞ്ചാരി ഇബൻ ബത്തൂത്ത, വിനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി, പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്, റഷ്യൻ സഞ്ചാരിയാണ് ആര്? അത്തനേഷ്യസ് നികേതിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്കുള്ള കടൽ യാത്ര അതായത് വോയേജ് ടു ഇന്ത്യ എന്ന കൃതി രചിച്ചതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത്തനേഷ്യസ് നികേതിൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇന്ത്യയിലേക്കുള്ള കടൽ യാത്ര അല്ലെങ്കിൽ വോയേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത്തനേഷ്യസ് നികേതിനാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനം കഴിഞ്ഞതിന് ശേഷം അതായത് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ശ്രീ രംഗരായർ മൂന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ശ്രീ രംഗരായർ മൂന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം, ആദ്യം മുതൽ ഓടിച്ചൊരു റിവിഷനാണ്. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. രൂപീകൃതമായ വർഷം AD 1336. സ്ഥാപകൻ ഹരിഹരനും ബുക്കനും. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ അവരെ സഹായിച്ച അവരുടെ ഗുരുവിന്റെ പേരാണ് വിദ്യാരണ്യക മഹർഷി. രൂപീകൃതമായ നദിക്കര ഏതാന്ന് ചോദിച്ചാൽ തുംഗഭദ്ര. ഔദ്യോഗിക നാണയമാണ് വരാഹം. തലസ്ഥാനം ഹംപിയാണ്. ഹംപി എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. പ്രാചീന കാലത്ത് കപില എന്ന പേരിലും അവശിഷ്ട നഗരം എന്ന പേരിലും അറിയപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാൽ ഹംപിയാണ്. ഹംപി യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 1986. ഇന്ന് ഹംപി ഏത് നോട്ടിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 രൂപ നോട്ടിന്റെ പിറകുവശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹംപിയാണ്. പ്രശസ്തമായ ലോട്ടസ് മഹൽ ഹംപി കർണാടക.
ലോട്ടസ് ടെമ്പിൾ ആണെങ്കിൽ ന്യൂഡൽഹിയാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം, പോത്തൻകോട്, തിരുവനന്തപുരം. ഓക്കെ, വിജയനഗര സാമ്രാജ്യം രൂപീകൃതമാകുന്ന സമയത്തെ ഡൽഹി സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ 4 പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് സംഗമ, സാലുവ, തുളുവ, അരവിട. അതിൻ്റെ സംഗമ രാജവംശം ഹരിഹരനും ബുക്കനും, സാലുവ നരസിംഹൻ, തുളുവ വീരനരസിംഹൻ, അരവിട തിരുമല ദേവരായർ. സംഗമ രാജവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ് ആര്? ദേവരായർ സെക്കൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രഗത്ഭനാകുന്നതിനുള്ള രണ്ട് കാരണങ്ങളായിരുന്നു. ഒന്ന്, ഖുറാൻ കൈവശം വെച്ച വിജയനഗര ഭരണാധികാരി. 1000ഓളം മുസ്ലിം യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർത്ത വിജയനഗര രാജാവ്. അതേപോലെ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തുളുവ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു. കൃഷ്ണദേവരായരുടെ സമകാലീനനായിരുന്ന മുഗൾ ഭരണാധികാരിയാണ് ബാബർ എന്ന് പറയുന്നത്. കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നിർമ്മിച്ച നഗരം അറിയപ്പെട്ടിരുന്നതാണ് നഗലാപുരം അല്ലെങ്കിൽ നഗൽപുരം. തെലുങ്കു സംഗീതത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടം. കൃഷ്ണദേവരായരുടെ കാലഘട്ടം അറിയപ്പെടുന്ന പേര് ഏതാന്ന് ചോദിച്ചാൽ ആ ഘട്ടം പ്രബന്ധ കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന പേരിലും. കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന വിദൂഷകനായിരുന്നു തെന്നാലിരാമൻ. തെന്നാലിരാമന്റെ രണ്ട് കൃതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാണ്ഡുരംഗ മഹാത്മ്യം, ഗതികാചല മഹാത്മ്യം. കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന കവി ആരാന്ന് ചോദിച്ചാൽ അതാണ് അല്ലസാനി പെദണ്ണ എന്ന് പറയുന്നത്. തെലുങ്കു കവിതകളുടെ പിതാവ്, അതേപോലെ ആന്ധ്ര കവിതകളുടെ പിതാമഹൻ മനുചരിതം എന്ന കൃതി രചിച്ചതും ആര് തന്നെയാ? ഈ പറയുന്ന അല്ലസനി പെദണ്ണ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കൃഷ്ണദേവരായർ അറിയപ്പെട്ടിരുന്ന പേരുകൾ എന്നറിയപ്പെടുന്നത് 4 പേരുകളാണ്. ഒന്ന്, ആന്ധ്രാഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ, കന്നഡ രാജ രാമരമണ എന്ന പേരിൽ അറിയപ്പെട്ടതും ആര് തന്നെയാ? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ നമുക്ക് 8ന്റെ പണി കിട്ടി എന്നോർത്താൽ മതി. 8 കൃതികളാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് 1 അമുക്തമാല്യത, 2 പരിണയം, ഉഷാപരിണയം, സത്യവതി പരിണയം, 1 കല്യാണം, ജാമ്പവതി കല്യാണം. കല്യാണം കഴിഞ്ഞു, ചിന്തയിലായി, ജ്ഞാനചിന്താമണി. അടുത്തത് മദാലസാചരിതം, രസമഞ്ജരി, സകല കലാരസം. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടന്ന വർഷം 1565 ഈ തളിക്കോട്ട യുദ്ധം അറിയപ്പെട്ടിരുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 പേരുകളാണ്. ഒന്ന്, ഇന്ത്യയിലെ വാട്ടർലൂ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ ബെന്നിഹഡ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ രാക്ഷസ തങ്കിടി യുദ്ധം എന്ന പേരിലും അറിയപ്പെട്ടു. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഭരണാധികാരികൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വച്ചോ. 1, മൊറോക്കോ സഞ്ചാരി ഇബൻ ബത്തൂത്തയാണ് കേട്ടോ, ഇബൻ ബത്തൂത്ത. വിനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി, പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ്, റഷ്യൻ സഞ്ചാരി അത്തനേഷ്യസ് നിക്കേതിൻ. ഇന്ത്യയിലേക്കുള്ള കടൽ യാത്ര അല്ലെങ്കിൽ വോയേജ് ടു ഇന്ത്യ എന്ന കൃതി രചിച്ചതും അത്തനേഷ്യസ് നിക്കേതിനാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ രംഗരായർ 3 എന്നറിയപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഇതിന്റെ നോട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടതിന് ശേഷം ഇതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. LPUPയുടെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗാന്ധിജി, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, അതേപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. അത്രത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സെറ്റായിട്ടാണ് നമ്മളിത് പഠിച്ചു പോയത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഇനി 58ഓളം ദിവസങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ടീച്ചറാകാൻ എന്നുള്ള ആ ഒരു മോഹം സഫലമാകാനായിട്ട് ഇനി ഏകദേശം 58 ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് നല്ലൊരു ടീച്ചറായി സമൂഹത്തിനും അതേപോലെ തന്നെ നാടിനും എല്ലാം നന്മ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്കുള്ള ദിവസങ്ങളാണ് ഇനി എണ്ണപ്പെട്ടിരിക്കുന്നത്.
തന്നിരിക്കുന്ന 58ഓളം ദിവസങ്ങൾ. അതിലേക്ക് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ആവേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പഠിച്ചു പോവുക. ആ ഒരു പഠനമായിരിക്കും നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നത്. കാരണം എല്ലാവർക്കും മോട്ടിവേഷൻ ആയാലും ക്ലാസ്സസും ഇതെല്ലാം തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മുടെ തീവ്രമായിട്ടൊരു ആഗ്രഹം അതിൻ്റെ പിറകിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും നല്ലൊരു റാങ്കിലേക്കും നല്ലൊരു ജോലിയിലേക്കും. അതായത് അടുത്തൊരു വർഷം നിങ്ങൾ എന്താണ് സർക്കാരിൻ്റെ കാശ് വാങ്ങി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് ആണെങ്കിലും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. നാളെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് ആണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നാളെ നമ്മൾ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 100ഓളം ചോദ്യങ്ങൾ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് പക്ക നമ്മൾ എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ ഒരു ക്ലാസ് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം LPUP എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ ഒരു എന്ത് ചെയ്തേക്കാം, സംഭവങ്ങളെല്ലാം ആഡും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ് മറക്കണ്ട, എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ചേക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.